ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ നാളെ ഒരു കാലത്ത് ഞാൻ ബ്ലോഗർ ആകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള എല്ലാ കാലി പ്രൊഡക്ട്സും. പണ്ട് ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, 395 രൂപ. സോ അത് കാലി ഡബ്ബ 1 2. പിന്നെ ഞാൻ സെറാവിയിലേക്ക് എത്തി. സെറാവി ഹൈഡ്രേറ്റിംഗ് ഹൈലറോണിക് ആസിഡ് സിറം, ഇത് നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു. സോ അത് 2. അതിനിടയ്ക്ക് ഞാൻ ബ്രോണിൻ്റെ ഡീപ്പ് ആക്ടിവേറ്റിംഗ് സിറം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, വെരി നൈസ് പ്രൊഡക്റ്റ് ആയിരുന്നു. അതിൻ്റെ ഒരു ബോട്ടിൽ. ഓഫ് കോഴ്സ് സ്നെയിൽ മിസ്സിൻ്റെ ഒരു കാലിക്കുപ്പി. പ്ലം നിയസൈനമൈഡ് ഫേസ് സിറം. കുറേ എന്തൊക്കെയോ ഞാൻ ഫേസിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദീസ് 3 ഓയിൻമെൻറ്റ്സ് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ബട്ട് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. എനിക്ക് ഭയങ്കര പിമ്പിൾ പ്രോൺ സ്കിന്നാണ്. സോ എനിക്ക് പിമ്പിൾ പോപ്പപ്പ് ചെയ്യുമ്പോൾ ഞാൻ ക്ലിൻഡമൈസിൻ യൂസ് ചെയ്യും. കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ആണെങ്കിൽ ഞാൻ ട്രെറ്റിനോയിൻ ക്രീം ഉപയോഗിക്കും. ഇതൊരു വാസ്ലിൻ ഭയങ്കര ഡ്രൈ ആകുമ്പോൾ ഉപയോഗിക്കുന്നത്, പക്ഷെ ഇതൊക്കെ എക്സ്പയർഡ് ആയി. സോ യെസ്, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് വൃത്തിയും വെടുപ്പുമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ദാറ്റ്സ് വൈ ഞാൻ കുറച്ച് വൃത്തിയിലാണ് വന്നിട്ടുള്ളതെന്ന്. കഴിഞ്ഞ വീഡിയോ എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നു. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെൽ വിഷേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ നല്ല മെസ്സേജസ് വന്നു. കീർത്തി, മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ചെയ്തൂടെ, കണ്ണെഴുതി ചെയ്തൂടെ, വൃത്തിയിൽ കുറച്ചും കൂടെയൊക്കെ നന്നായി എഫേർട്ട് ഇട്ട് ചെയ്തൂടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് മെസ്സേജ് അയച്ചു കുറച്ച് പേരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് റെസ്പെക്ട് ദാറ്റ്. കണ്ണെഴുതിയിട്ടുണ്ട്, മുടിയെല്ലാം ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി ഈസ് ഓൾ അബൌട്ട് ക്ലീനിങ് മൈ ക്ലോസറ്റ് റൂം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സും സ്കിൻ കെയറും ഒക്കെ ഞാൻ അടുക്കി വെക്കുന്ന എൻ്റെ ഒരു ഷെൽഫ് ക്ലീൻ ചെയ്യുന്നതാണ്. ഞാൻ അത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. ദാറ്റ് ഈസ് എ വീഡിയോ. ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണാമല്ലോ, അത്യാവശ്യം നല്ലോണം കൂത്ത് മറച്ച് വലിച്ച് വാരിയിട്ടേക്കാണ്. ഡെയിലി ഓരോന്ന് എടുക്കും, അത് അതിൻ്റെ സ്ഥാനത്ത് വെക്കില്ല. അപ്പോൾ ഇത് ഓൾറെഡി ഒരു വല്ലാത്തൊരു മെസ്ഡപ്പ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് കിടക്കുന്നത്. ഇത് ഞാൻ ഡെയിലി ഇങ്ങനെ എടുക്കുന്നതിൻ്റെ കൂടെ എടുക്കുക, വലിച്ചെടുത്ത് ഇടുക, അങ്ങനെ ഒട്ടും ക്ലീൻ അല്ലാണ്ട് ഇരിക്കുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പം. ഭയങ്കര ഒരു മെസ്ഡപ്പാണ്. ഇത് 1 by 1 എടുത്ത് ക്ലീൻ ചെയ്യുന്നതാണ് നമ്മളെ പരിപാടി. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, എനിക്കിങ്ങനെ ഭയങ്കര ഷോ ആയി ഫ്രീ ഹെയർ ഇട്ടിട്ടൊന്നും പണിയെടുക്കാൻ അറിയില്ല. സോ ഒന്ന് പുട്ടപ്പ് ചെയ്ത് വെച്ചിട്ട് വിൽ സ്റ്റാർട്ട്. ഓക്കെ, യാ ബെറ്റർ, യാ ഓക്കെ. ഫസ്റ്റ് എൻ്റെ എല്ലാ കോസ്മെറ്റിക് പ്രോഡക്ട്സും ഞാൻ ക്യാരി ചെയ്യുന്ന എൻ്റെ ഒരു ചുരുൾ ബാഗ്. വെരി കച്ചറ ഉച്ചരാണ്. ഇതിനകത്തുള്ള കുറച്ച് പ്രോഡക്ട്സ് ഞാൻ ഇവിടെ എങ്ങാണ്ട് വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഇതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ ക്യാരി ചെയ്യാൻ നോക്കാം. ഇതാണ് എൻ്റെ ഡെയിലി ഉള്ള പ്രൊഡക്ട്സ് ഉള്ള ഒരു ബാഗ്. സോ ആസ് യു ക്യാൻ സി, ഐ ഹാവ് എ സൺസ്ക്രീൻ. ഇത് ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ഒരു സൺസ്ക്രീൻ ആണ്. ദെൻ കുറച്ച് ഫേസ് വൈപ്സ്, പിന്നെ ഒരു കൺസീലർ. ദിസ് ഈസ് ഫോറെവർ സ്കിൻ കറക്റ്റ് Dior ഷെയ്ഡ് 3N. ഒരു കൺസീലർ അപ്ലൈ ചെയ്യാൻ കുറച്ച് സ്പഞ്ചസ്, ബ്ലഷ് ഞാനിപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി 2 ചീക്സിൻ്റെയും മുകളിൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്ലഷാണിത്. ഞാൻ ഇവിടുന്ന് മേടിച്ചതാണ്, എസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ. എൻ്റെ ആപ്ലിക്കേഷൻ ഭയങ്കര ഈസി ആയിരിക്കും. ഞാൻ എൻ്റെ ഇവിടെയാണ് കൂടുതലും ബ്ലഷ് ഇടുക, കാരണം ഇവിടെ ആവശ്യത്തിനധികം ഫേസ് ഫാറ്റ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഇങ്ങനെ മത്തങ്ങ പോലെ തോന്നും മുഖം. സോ ഐ പുട്ട് ബ്ലഷ് ഹിയർ ആൻഡ് ദെൻ ഐ മേക്ക് റൗണ്ട് മുകളിലേക്ക് ആൻഡ് ഇങ്ങോട്ട് വെക്കും. ഇത്രയേ ഉള്ളൂ എൻ്റെ ബ്ലഷ് ഇടൽ. ആൻഡ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു നല്ലൊരു സാധനമാണ്. ഡിയോഡ്രൻറ്റ്, ഏതോ സാധാ ലോക്കൽ ഡിയോഡ്രൻറ്റ്. ഐലാഷസ്, മസ്കാര, ഇതും എസെൻസിൻ്റെയാണ്. ഇത് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. ഇതിനൊക്കെ ഗുഡ് വൺസ് വേറെ ഉണ്ടാകും. ബട്ട് യാ,
സോ ദിസ് ഇസ് മൈ മസ്കാര. ഇതിനകത്ത് കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ ഞാൻ കൈയോടെ കളയുന്നുണ്ട്. ആൻഡ് 2 ടൈപ്സ് ഓഫ് കോം. ഒന്ന്, ഞാൻ ഈ കോംബ് ഐ യൂസ് ടു കോം ഫ്രം ബിഹൈൻഡ്, എന്നിട്ട് ഞാൻ എൻ്റെ ജടയെല്ലാം കളയും. ദെൻ ദിസ് കോംബ് ഐ യൂസ് ടു ടൈ ഹെയർ. പിന്നെ ഒന്ന് ഈവൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് ചെയ്യും. സോ 2 രീതിയിലാണ് ഞാൻ മുടി ചെയ്യുക. ഐലൈനർ അഗൈൻ ഇത് ഫുള്ളി മാഞ്ഞു പോയി, ബട്ട് ഇതും എസെൻസ് ആണ്. ഈ എസെൻസിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ഇവിടുന്ന് ഇറ്റോസ് അല്ല ക്രുദ്ഫത്ത് അവിടെ നിന്നൊക്കെയാണ് വാങ്ങുന്നത്. ദിസ് ഇസ് മൈ ഓൾ ടൈം ഫേവറേറ്റ് ലിപ്സ്റ്റിക്. ഇത് നൈക്കയുടെ ചായ എന്നുള്ളൊരു ഫ്ലേവർ അല്ലല്ലോ, ഷെയ്ഡാണ്. സോ ഇത് ഞാൻ ആക്ച്വലി ഇപ്പോൾ കുറച്ചിട്ടിട്ടുണ്ട്. ഇത് തീർന്നു. ഇത് ഞാൻ നാട്ടിൽ നിന്ന് സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നാണ്. ഇത് തീർന്നു. സോ നൈക്ക ചായ. ദെൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഷെയ്ഡ് മാർസിൻ്റെ 18 ആണ് ഷെയ്ഡ് കൗണ്ട്. ഒരു ലിപ്സ്റ്റിക് മൗസ് ആണത്. ഇതെനിക്ക് ഒക്കേഷ് ആണ്, അത്ര ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഒരു ആക്ച്വലി റെഡ് വെൽവെറ്റ് കേക്ക് ഒക്കെ കഴിക്കുന്ന പോലെ ഉണ്ടായിരിക്കും. ഒക്കേഷണലി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഷെയ്ഡ് ഞാൻ ഓൺലൈൻ നോക്കി ചുമ്മാ അങ്ങനെ മേടിച്ചതാണേ. ഒരു ബ്രൗസ് കറക്റ്റർ. ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്യാറില്ല. ഇതിൻ്റെ നാച്ചുറൽ ഐബ്രൗസ് ആണ്. എനിക്ക് നല്ല ജോയിൻറ്റ് ഐബ്രൗസും ഉണ്ട്. ആൻഡ് ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്യില്ല, ഷേവ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. വാട്ട് ഐ ഡു ഇസ്, ഞാൻ ഈ സ്പൂളി വെച്ചിട്ട് നന്നായി ചെയ്യി കൊടുക്കും. കൂടുതൽ ഒന്നും ഞാൻ ചെയ്യാറില്ല. This is it. This is how I set my brows. So I have this. ഇതൊക്കെ ഏതോ ജാംബോൻ്റെ കാലത്ത് ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. വിച്ച് ഹാസ് ഓൾറെഡി എക്സ്പയർഡ്. എക്സ്പയറി ഡേറ്റ് 31/12/2024 കഴിഞ്ഞതാണ്. ബട്ട് ഐ യൂസ് ഇറ്റ്. ഗാർണിയറിൻ്റെ ഒരു മസാല വാട്ടർ. ഇതാണ് ഞാൻ എൻ്റെ മേക്കപ്പ് റിമൂവറായിട്ട് ഉപയോഗിക്കാറ്. നല്ല പ്രൊഡക്റ്റാണ്. ഭയങ്കര ക്യുക്കായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്ത് പോകും. സോ ഓക്കെ. സോ മൈസെലർ വാട്ടർ. സ്ട്രിക്സിൻ്റെ ഒരു ഹെയർ സെറം. ഇതും ഒരു വെരി ഒക്കേഷണലി ഞാൻ ഉപയോഗിക്കുള്ളൂ. ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുകയാണെന്ന് വെച്ചാൽ മാത്രമാണ് ഞാൻ ഈ ഹെയർ സെറം ഉപയോഗിക്കാറുള്ളൂ. പൊതുവേ ഞാൻ ഹെയർ സെറം ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. അഗൈൻ ഇതിനകത്ത് കുറേ വേസ്റ്റ് ഇതുണ്ട്. ഒരു ഡാസ്ലറിൻ്റെ നെയിൽ പോളിഷ് റിമൂവർ ആൻഡ് കുറച്ച് വാട്ട് ഡു യു സേ ഐ ഷാഡോസ് കറക്റ്റ് ചെയ്യുന്ന 2 ബ്രഷ്. എൻ്റെ ഐ ഷാഡോ ആക്ച്വലി ഇവിടെ കിടക്കുന്നുണ്ട്. ഐ ഹാവ് ടു കീപ് ഇറ്റ് ബാക്ക്. ടു ഫേസ്ഡിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റാണ് എൻ്റേത്. ഇതെനിക്ക് എൻ്റെ ഭാബി ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. മൈ ബ്രദേഴ്സ് വൈഫ്. സോ സോ ഇതൊക്കെ ഞാൻ ഒക്കേഷണലി മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഡെയിലി ബേസിസിൽ ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. പണ്ടെങ്ങാണ്ട് വാങ്ങിയ സുഡിയോ എന്നുള്ളൊരു ഐലൈനർ, അതാണ് ഞാനിപ്പോൾ കാജൽ, അതാണ് ഞാനിപ്പോൾ ആക്ച്വലി യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലൊരു ഇതാണ്. 98 റുപ്പീസ് എങ്ങാണ്ടായിരുന്നു അന്ന്. ആൻഡ് ദെൻ അഗെയിൻ ഒരു എസെൻസിൻ്റെ തന്നെ ജ്യൂസി ബോംബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ് പമ്പ് ഓയിൽ, ലിപ് ഗ്ലോസ് ആക്ച്വലി. ഇത് എനിക്ക് I love this. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി അത് ആയി പോയി. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ എൻ്റെ ഈ ബാഗ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. സോ ബ്രഷ് എനിക്ക് വേണം, ജ്യൂസ് പമ്പ് എനിക്ക് വേണം, കുറച്ച് സേഫ്റ്റി പിൻസ്, കുറച്ച് ഹെയർ ടൈസ് എപ്പോഴും ആവശ്യമാണ്, ലിപ്സ്റ്റിക്, ഐലാഷസ്, ക്രാബ്, മൈസെലർ വാട്ടർ, ഹെയർ സിറം, ബ്ലഷ്, സൺസ്ക്രീൻ, കൺസീലർ, സ്ക്രഞ്ചി, and combs, lipstick and eyeliner, eyeshadow palette, face wipes,
ഒബ്വിയസ്ലി ഡിയോഡ്രന്റ്. ഇന്ന് രാവിലെ ഞാൻ ഉപയോഗിച്ചിട്ട് അവിടെ വെച്ചിട്ടുള്ള 2 പ്രൊഡക്ട്സ് ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്ട്സ് ആണ്. ഇത് ഒരു മിൽക്ക് ടോണറാണ്, റൈസ് വാട്ടർ മിൽക്ക് ടോണർ ഫ്രം ഐ ആം ഫ്രം. സോ ഇതിൻ്റെ ഒരു ഫോൾട്ട് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആപ്ലിക്കേഷൻ ഇങ്ങനെ അങ്ങ് വരും. സോ അപ്പോൾ പ്രൊഡക്റ്റ് കുറേ വേസ്റ്റ് ആവുന്ന പോലെ, ബോട്ടിൽ പെട്ടെന്ന് തീരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേസ്റ്റ് ആക്കണ്ടല്ലോ. സോ ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്പ്രെയർ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്തു. സോ ദീസ് ആർ സെയിം. ഇതാണ് എൻ്റെ ഒരു വലിയ ഡെയിലി ബേസിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. റൈസ് വാട്ടർ ടോണർ, ഫേസ് വാഷ്, ദെൻ ടോണർ ആൻഡ് ദെൻ സ്നെയിൽ മ്യൂസിൻ ആൻഡ് ദെൻ സൺസ്ക്രീൻ. ഇതാണ് എൻ്റെ സ്റ്റെപ്പ്. സോ ഇതും എപ്പോഴും ഐ കീപ്പ് ഓൺ ബൈയിങ് ദെൻ. സോ ഇതും കൂടെ നമുക്ക് ഇതിനകത്ത് വെച്ചാൽ എൻ്റെ എപ്പോഴും ഡെയിലി യൂസേജിനുള്ള ബാഗ് ഇസ് ഡൺ. എനിക്ക് അങ്ങനെ ഒരു സെപ്പറേറ്റ് ഡ്രസ്സിങ് ടേബിൾ അല്ല. സോ ഐ കീപ്പ് എ ബാഗ് ലൈക്ക് ദിസ് ആൻഡ് എവറി ഡേ ഞാൻ ഇതിന്ന് എടുക്കും. നെക്സ്റ്റ് എനിക്കിങ്ങനെ കുറേ പൗച്ചസ് ഉണ്ട്. അത് ഇന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. യാ പ്രിറ്റി. സോ ദിസ് ടൈം ഞാൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന ഒരു മുല്ലപ്പൂ സ്ക്രഞ്ചിയാണിത്. ഐ ബോട്ട് ഇറ്റ് ഫ്രം ആമസോൺ. ഇതിനൊരു ചെറിയ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലുണ്ട്, ജാസ്മിൻ ഫ്ലവർ സ്മെല്ലുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോൾ ഇങ്ങനെ ചുമ്മാ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുമ്മാ ഫ്ലവർ പോലെ വെച്ചാൽ മതി നമുക്ക്. ഇറ്റ് വിൽ ഗിവ് യു എ മുല്ലപ്പൂ ലുക്ക്. അതിനാണ് ഞാനിത് കൊണ്ടുവന്നത്. ഓണം, വിഷു അങ്ങനെയൊക്കെ. സോ അത് ആക്ച്വലി ഇതിൽ വെക്കണം എന്ന് എനിക്കില്ല. ഐ കീപ് ഇറ്റ് സംവെയർ ഡിഫറെൻറ്റ്. ടു ഫേസ്ഡിൻ്റെ ഒരു മസ്കാര. ഇത് ഭയങ്കര കഞ്ചൂസ് സാധനമാണ്. ബിക്കോസ് ഭയങ്കര നോക്കിയേ വെരി തിക്കായിട്ടുള്ളൊരു സാധനമാണ്. ഇതൊരു ആപ്ലിക്കേഷൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. സോ ഇത് ഞാൻ ഉപയോഗിക്കാറില്ല. ബട്ട് കളയാൻ മനസ്സിലാത്തതുകൊണ്ട് ഇതിനകത്തിട്ടേക്കാണ്. ദെൻ ഇതിനകത്തൊരു സിന്ദൂരം ഉണ്ട്. ഒരു ചെയിനും ഉണ്ട്. സോ അതവിടെ ഇരിക്കട്ടെ, ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നത് അവിടെ എത്തട്ടെ. സ്ക്രഞ്ചീസ്, extra toner, a moisturizer, a hair band. ഇതിനകത്ത് എന്താ നോക്കാം. ഫേസ് ഷീറ്റ് മാസ്ക്, അത് ഞാനിപ്പോൾ ഇടും. അഗെയിൻ ഒരെണ്ണം എക്സ്ട്രാ, ഒരെണ്ണം അമ്മ കൊടുക്കും ഞാൻ. മൈസല വാട്ടർ 1 എക്സ്ട്രാ. ഫ്ലാ ക്യാബ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ അത്. പൊട്ട്, ആക്ച്വലി ഒരു പൊട്ട് വെക്കാനൊരു മോഹം. സോ പൊട്ട്. നോ. പിന്നെ ഒരു കജൾ. ഇതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ടുണ്ട് ടു ഷോ മീ സംതിങ്. ഓക്കെ. സോ ഇത് ലാക്മേൻ്റെ ഒരു ഐക്കോണിക് കാജലാണ്. പക്ഷേ ഇത് ആക്ച്വലി ഇതിൻ്റെ ഈ സംഭവം വർക്കിംഗ് അല്ല. സോ ഇത് നമുക്ക് കളയാം. ആൻഡ് ഇറ്റ്സ് വെരി ഓൾഡ് ഓൾസോ. സോ ഇത് കളയാം. ഇതെല്ലാം കളയുന്ന ഇതിലാണ്. ഇതിൽ അഗെയിൻ ഒരു കോംബ്. ഇതെല്ലാം ഇവിടെ നിരത്തിയിട്ട് ഓരോന്നായിട്ട് അതിൻ്റെ സെക്ഷനിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കമ്മലുകൾ 2-3 എണ്ണം. അഗെയിൻ സം സ്ലൈഡ്സ്, ഹെയർ ടൈ, ഇതൊക്കെ ഇതിനകത്തുണ്ട്. സോ ഈ പൗച്ച് കാര്യമാക്കി. ഞാൻ പണ്ട് പഴയ വീട്ടിലായിരുന്നപ്പോൾ ഇറ്റ്സ് ലൈക്ക് നമ്മളെ തറവാട് വീടായിരുന്നു. അവിടെ ഇതെല്ലാം വലിച്ച് വാരിയിടും. അപ്പോൾ അതിന് ഒരു സ്റ്റോപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ എൻ്റെ അച്ഛൻ ലൈക്ക് എല്ലായിടത്തും ഷെൽഫ്, ഒന്നും പുറത്ത് കാണണ്ട, എല്ലാം ഷെൽഫിൻ്റെ അകത്ത്. ബട്ട് ഇപ്പോൾ അതെല്ലാം നമ്മൾ പൊളിച്ച് കളയുന്ന അവസ്ഥയാണ്. ബട്ട് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഫേവറേറ്റ് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. എനിക്ക് ബോഡി ഷോപ്പ് അല്ലേ, ബോഡി ഷോപ്പിൻ്റെ പ്രൊഡക്ട്സ് ഇഷ്ടമാണ്. സോ അവരുടെ ഒരു ബോഡി ബട്ടർ ഉണ്ട്. ഇത് ഷുഗർ പ്ലം പാഷൻ എന്ന് പറഞ്ഞിട്ട്, വിച്ച് ഐ റിയലി ലൈക്ക്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര കഴിക്കാൻ തോന്നും. ഞാൻ അതുകൊണ്ട് ഇത് ഇഫ് യു ക്യാൻ സീ ഞാൻ കുറച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇറ്റ്സ് എ വെരി തിക്ക് തിങ്. ഇതിൻ്റെ
കൺസിസ്റ്റൻസി ഭയങ്കര തിക്കാണ്. ആൻഡ് ഐ ഓൾവേസ് യൂസ് ഇറ്റ് ഓൺ മൈ ആംസ് ആൻഡ് നീസ്. നല്ല സോഫ്റ്റ് ടെക്സ്ചർ നമുക്ക് തരും ഇത് യൂസ് ചെയ്യുമ്പോൾ. സോ ദിസ് ഇസ് വൺ തിങ് ദാറ്റ് ഐ റിയലി ലൈക്ക്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ദെൻ ഓഫ് കോഴ്സ് കോസറെക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ട്. ഇത് ഭയങ്കര സ്ലൈമിയാണ്, വെരി സ്ലൈമി, ബട്ട് ഇറ്റ്സ് വർത്ത് ട്രൈയിങ്. ഭയങ്കര ഫേസ് ഭയങ്കര നമുക്ക് മോയ്സ്ചറൈസിങ് കോണ്ടന്റ് തരും. സോ അത് അഗെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ്, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഷുഗർ പ്ലം പാഷൻ ബോഡി ഷോപ്പിൻ്റെ തന്നെ ഒരു ഹാൻഡ് ക്രീം. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഐ ഹാവ് സേവ്ഡ് ഇറ്റ് ഫോർ ലേറ്റർ. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ, ഭയങ്കര സൂതിങ് സ്മെല്ലാണ്. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ഹാൻഡ് ക്രീം വേണം. ഞാൻ എപ്പോഴും കൈ ഭയങ്കര ഡ്രൈ ആവുന്ന വിരലുകളും വെരി ഡ്രൈ ഇന്നർ ഹാൻഡും റിസ്റ്റും ഒക്കെയാണ് എനിക്ക്, പാമൊക്കെയാണ് എനിക്ക്. അപ്പോൾ എനിക്ക് എപ്പോഴും കയ്യിൽ എന്തെങ്കിലും ഒരു ഹാൻഡ് റബ്ബ് വേണം. സോ എനിക്ക് കുറേ വെറൈറ്റീസ് ഓഫ് ഹാൻഡ് റബ്സ് ഉണ്ട്. Out of many products I showed that I like, this is the one that I don't like at all. ഭയങ്കര ഓയിലിയാണ് ഇത്. ഗ്ലോ സിറം പ്രൊപ്പോളിസ് പ്ലസ് നയസനമൈഡ് എന്ന് പറഞ്ഞിട്ട് ഈ ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഭയങ്കര ഓയിലി ആയി സാധനം. ഇത് എനിക്ക് ഓൺ മൈ ഫേസ് ഇഷ്ടപ്പെട്ടതേ ഇല്ല. ഐ ഷുഡ് ഹാവ് ഗിവൺ ഇറ്റ് സമ്മൺ. ഐ ഡോണ്ട് നോ, കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഐ ഡോണ്ട് ലൈക്ക്. തീർന്നു 1000 Wishes ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്. ഇത് 2023 ഒരു ഒക്ടോബറിലൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു സാധനമായിരിക്കും. തീർന്നു. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ റിയലി ലവ് ഇറ്റ്. സോ ദീസ് ആർ സം ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്ട്സ് ദാറ്റ് ഐ ഹാവ്. വെരി ഇമ്പോർട്ടൻ്റ്ലി എ ഗേൾ ഷുഡ് ഹാവ് ഇൻ ഹർ കബോർഡ് ഓർഡിനറിയുടെ ഓർ എന്തിൻ്റെങ്കിലും ഗ്ലൈക്കോളിക് ആസിഡ് സൊല്യൂഷൻ ടു എക്സ്ഫോലിയേറ്റ് യുവർ സ്കിൻ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഭയങ്കര യൂസേജ് ഉണ്ട്. ഇതും അഗെയിൻ ഇതിൻ്റെ നോസിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. സോ ഇത് ഐ ആം യൂസിങ് ഓൺ എ സ്പ്രെയർ ബോട്ടിൽ. എന്നിട്ട് സ്പെഷ്യലി ഐ യൂസ് മൈ ഫീറ്റ്, നീസ്, എൽബോ, ഇവിടേക്കാണ് ഞാൻ കൂടുതലും ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാറ്. എൻ്റെ അങ്ങനെ ഡ്രൈ സ്കാൽപ്പ് അല്ല, സോ ഞാനത് എൻ്റെ സ്കാൽപ്പിൽ ഉപയോഗിക്കാറില്ല. ഐ ട്രൈ ഇറ്റ് ഓൺ മൈ ഹസ്ബൻഡ്. ഇതൊരു നല്ല ഒരു ഹെയർ ബാൻഡ് ആണ്. ഇറ്റ്സ് മോർ ലൈക്ക് ഇങ്ങനത്തെ ഒരു പരിപാടിയില്ലേ, ഇങ്ങനെ. ഇപ്പോൾ ഇത് രസം ഉണ്ടാവില്ല, ബട്ട് ഐ വിൽ ഷോ യു. If you do your hair like this and you keep this hair bow like a scarf, it will come up like a scarf. As usual, എനിക്ക് നല്ല തലവേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് ഈ പരിപാടി പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാൻ വേഗം പോയിട്ട് വാക്യൂം എടുത്തിട്ട് ഇതൊക്കെ വാക്യൂം ചെയ്തിട്ട് ഇതെല്ലാം 1 by 1 ഇതിലേക്ക് തിരിച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കട്ടെ. ഐ ഷോ യു ദാറ്റ്. ഞാൻ എത്ര എക്സൈറ്റഡ് ആകുന്നോ അത്രയും ഇൻറ്റൻസ് ആയിട്ടായിരിക്കും എനിക്ക് എൻ്റെ തലവേദന വരിക. എനിക്ക് അറിയുന്ന ഒരുവിധം എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവർക്കും മൈഗ്രെയിൻ തലവേദന ഉണ്ട്. എനിക്ക് തലവേദന മൈഗ്രെയിൻ ഇല്ലാത്തൊരു ഫ്രണ്ട് ഇല്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള ഒരു ഭയങ്കര ഒരു ഹെൽപ്പിംഗ് തിങ്ങാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മൈഗ്രെയിൻ മസാജ് എക്സ്പേർട്സാണ്. സോ ഞാനിതിന് സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്തൊക്കെയോ യുനാനി, ഹോമിയോ, ആയുർവേദം, അലോപ്പത്തിക് എല്ലാ മരുന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒന്നും എനിക്കിതുവരെ തലവേദന മാറാൻ സഹായിച്ചിട്ടില്ല. സോ ഐ തിങ്ക് എപ്പോഴും ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒറ്റ സാധനം ഗുഡ് ഫുഡ്, ഗുഡ് വാട്ടർ, അതൊക്കെ ആയിരിക്കും. എന്തായാലും എൻ്റെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് അതോടുകൂടെ തലവേദനയായി. പിന്നെ ഞാൻ കണ്ണടച്ച് ലൈറ്റൊന്നും ഇല്ലാത്തൊരു റൂമിൽ കിടന്നുറങ്ങി. പിന്നെ എനിക്ക് എൻ്റെ ഒരു പെർട്ടിക്കുലർ പെയിൻ കില്ലർ ഉണ്ട്, നാക്സ്റ്റം. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മൈഗ്രെയിൻ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷൻ വേണം. നിങ്ങൾക്ക് ഒരു ഡോക്ടറോട് ചോദിക്കാം. നാക്സ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു പെയിൻ കില്ലർ ഉണ്ട്. ഞാൻ പറഞ്ഞതുകൊണ്ട് കഴിക്കരുത്, ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പക്ഷേ ഈ പെയിൻ കില്ലർ ഈസ് ടിപ്പിക്കലി ഫോർ മൈഗ്രെയിൻ. ഇത് പെട്ടെന്ന് തലവേദന കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.